ഇനി വാഷിംഗ് മെഷീനിൽ തുണിയിലൊക്കെ നമുക്ക് സോപ്പ് വേണ്ട, സോപ്പ് പൊടിയൊന്നും വേണ്ട, സോപ്പ് ലിക്വിഡ് ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു സൂത്രം ഉണ്ടെങ്കിൽ നമ്മുടെ എത്ര ചള്ളടുക്കായ തുണികളാണെങ്കിലും എത്ര ചെളി പിടിച്ചാണ് കറ പിടിച്ച തുണികളാണെങ്കിലും നിമിഷ നേരം കൊണ്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഒരു പിടി ഉപ്പ് മാത്രം മതി. അതെങ്ങനെയാ ഒന്ന് കണ്ടു നോക്കൂ. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഇറച്ചിയാണെന്ന് വറ്റിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇറച്ചി വറ്റിച്ച് നമ്മൾ സാധാരണ എണ്ണയൊക്കെ ഇട്ട് നല്ല പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതിപ്പോൾ നമുക്ക് ഇറച്ചി വെക്കാൻ നേരത്ത് മസാല തീർന്നു പോയപ്പോഴത്തേക്ക് ഞാൻ ചെയ്ത ചെറിയൊരു ടിപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീടുകളിൽ കാണുന്നതാണ്. ചിലയിടത്തേ ഉള്ളൂ, എന്നാലും ചില വീടുകളിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ഇലയാണ് ഈ ഒരു ഇല. ഈ ഇല എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ടിപ്പിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. സർവ്വസുഗന്ധി എന്നാണ് ഈ ഇലയുടെ പേര്. ഈ ഒരൊറ്റ ഇല മതി നമ്മുടെ ഏത് കറിയാണ്, ഇറച്ചിക്കറിയും മസാല കൂട്ടുള്ള ഏത് കറിയാണെങ്കിലും നമുക്ക് വെക്കാൻ. നമുക്ക് മസാലക്കൂട്ട് വേണ്ട, ഗരം മസാല വേണ്ട, ഒന്നും വേണ്ട. ഈ ഒരു ഇല മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലുള്ളവർ ആ ഇലയുണ്ടെങ്കിൽ ഒന്ന് ഉണക്കിയിട്ട് പൊടിച്ച് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഉണങ്ങിയ ഇലയായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത്. പച്ചക്കിടരുത്. പച്ചക്കിട്ടാൽ വേറെ ഒരു ചെവ വരും. അപ്പോൾ ഈ ഉണങ്ങിയെടുത്ത് പൊടിച്ച് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ഉണക്കിയ ഇല ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഒരുപാട് മുട്ടയൊക്കെ നമ്മൾ വീടുകളിൽ മേടിച്ച് വെക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ കുറേ ദിവസം ഇത് കഴിയുമ്പോൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ തന്നെ ചീന മുട്ട ഏതാ നല്ല മുട്ട ഏതാ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെരുവ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ മുട്ടയെല്ലാം നമ്മൾ ആ ചെരുവത്തിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല മുട്ട താന്നും കിടക്കും, ചീമുട്ടയുണ്ട് പൊങ്ങിയും കിടക്കും. അങ്ങനെ നമുക്ക് ചീമുട്ടയുണ്ടോ എന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ മുട്ട എല്ലാം നല്ല മുട്ടയായിരുന്നു കേട്ടോ. ഇപ്പോൾ ചീമുട്ട ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും മുട്ട വേവിക്കാവുള്ളൂ. ആ കൂടെ തന്നെ മുട്ട പൊട്ടി പോകാതിരിക്കാനുള്ള എൻ്റെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുന്ന ടിപ്പായിരിക്കും. ആ മുട്ട വേവിക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ ഒരു പിടി ഉപ്പിട്ട് വെക്കുവാണെങ്കിലും മുട്ട പൊട്ടി പോകത്തില്ല. അതുപോലെ അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കുവാണെങ്കിലും മുട്ട പൊട്ടി ഒന്ന് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് മുട്ട നമുക്ക് കുടിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് കേട്ടോ. ഈ ടിപ്പ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ആ ടിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഏത് പാത്രമാണെങ്കിലും എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പുപൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ തുണി എത്ര തുണിയുണ്ടോ അതിനനുസരിച്ചുള്ള ഉപ്പുപൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ കോൾഗേറ്റിൻ്റെ വൈറ്റ് കളർ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ കളറുള്ള ഏത് പേസ്റ്റാണ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഉപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ കംഫർട്ട് ഉണ്ടെങ്കിൽ അതൊഴിക്കാം, ഇല്ലെങ്കിൽ ഇച്ചിരി ഷാമ്പു കൊണ്ട് ഒഴിക്കാം. പക്ഷേ ഇതൊന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. ഇത് രണ്ടും മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് ഞാൻ നേരെ നമ്മുടെ വാഷിംഗ് മെഷീനിലോട്ട് കൊണ്ടുവന്ന് ഈ പ്ലേറ്റോട് കൂടി തന്നെ ഇതൊന്ന് കഴുകി അതിൻ്റെ തൊഴിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ സോപ്പ് പൊടി ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ കറവോളം മരുന്നൊന്നും ചേർത്തിട്ടില്ല. തുണിയിൽ ചെളി പോകുന്ന ഒന്നും ഞാൻ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു സാധനം മാത്രം വെച്ചാണ് ഇത്രയും ചെളി പിടിച്ച ഒരു പുതപ്പായിരുന്നു. നല്ല ചെളിയുള്ളൊരു പുതപ്പായിരുന്നു ഇത്. അത് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ കണ്ടാൽ ഇത് ഞാൻ ഇങ്ങനെയാണ് കഴുകിയെടുക്കുന്നത്. എനിക്ക് നല്ലപോലെ ക്ലീനായി കിട്ടി കേട്ടോ. നല്ലപോലെ പെട്ടെന്ന് തന്നെ അലക്കിടാ അഴുക്ക് ചെളി ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അലക്കി എടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു തുള്ളി പോലും സോപ്പ് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ പേസ്റ്റിൻ്റെ പതയാണത്. ഇതിലെ ഇപ്പോൾ എങ്ങനെ എന്ത് നല്ല സൂപ്പറായിട്ട് വെളുത്ത് കണ്ടാൽ വെള്ളം തെളിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലപോലെ നമ്മുടെ പുതപ്പിൽ ചെളി ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഇതുപോലെ മീൻ പീസ് മീൻ മേടിച്ചു ചില മീനൊക്കെ ഉടഞ്ഞു പോകും. അതായത് നമ്മുടെ വറ്റവെളുത്തെ അല്ലെങ്കിൽ ചൂരമീനൊക്കെ ആണെങ്കിൽ ഉടഞ്ഞു പോകും. അപ്പോൾ ചൂരമീനൊക്കെ പൊതുവേ ഇച്ചിരി ചീന ആണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. നമുക്ക് ഒന്നും കൊള്ളത്തുമില്ല, ഒരു ചെവ വ്യത്യാസം വരും അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, ഈ മീനൊക്കെ നല്ലപോലെ ബ്ലഡിൻ്റെ മയവും കാണും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഒരു കുഞ്ഞടപ്പാണെങ്കിലും മതി. നമ്മുടെ വീട്ടിലുള്ള വിനാഗിരി വൈറ്റ് വിനേഗർ ഒഴിക്കുക. അതിനുശേഷം 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ മൈൻഡ് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് വെച്ചേക്കുക. അതിനുശേഷം ഒന്ന് കഴുകി എടുത്ത് നോക്കിയാൽ എത്ര ഉടനെ മീനാണെങ്കിലും നല്ല കട്ടിക്കായിരിക്കും, നല്ലൊരു സോഫ്റ്റും ആയിരിക്കും. ബ്ലഡ് മയം എല്ലാം പോയിക്കിട്ട് നല്ല സൂപ്പറായിട്ട് വെളുത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിന് മുമ്പ് നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഇത് പോയി കണ്ട് സപ്പോർട്ട്
സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഗ്യാസ് അടുപ്പിലൊക്കെ നമ്മൾ ലൈറ്റർ വെച്ച് കത്തുമ്പോൾ ചില നേരം ആ ലൈറ്റർ കത്താറില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതിലൊക്കെ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കത്തത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് അടുപ്പ് എപ്പോൾ നമ്മൾ ഓണാക്കിയാലും നമ്മൾ പാചകം ചെയ്യുമ്പോഴും ഈ ഗ്യാസിൻ്റെ ഈ ലൈറ്റർ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിൽ തന്നെ ഇതുപോലെ അങ്ങ് വെച്ചേക്കണം. അതിൽ വെള്ളം വീഴത്തുമില്ല, പെട്ടെന്ന് ഉണങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് കത്തിക്കാനും പറ്റും. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ചുവട്ടിൽ തന്നെ ഇത് വെച്ചാൽ മതി. അടുപ്പിൽ ആ ചെറിയൊരു ചൂടായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നല്ലപോലെ കത്തുകയും ചെയ്യും, ആ വെള്ളമയമൊക്കെ കൊണ്ട് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.